കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അനേകം വിശുദ്ധർ മാധ്യസ്ഥതയുടെ ഒരു കൊച്ചു വിശുദ്ധ എഴുതിയിട്ടാലോ. വിശുദ്ധ ഫിലോമന AD 291 ഗ്രീസിൽ ഒരു രാജാവിൻ്റെ മകളായി വിശുദ്ധ ഫിലോമന ജനിച്ചു. ഫിലോമനയുടെ മാതാപിതാക്കൾക്ക് മക്കളില്ലായിരുന്നു. ക്രിസ്തുമതം സ്വീകരിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് കിട്ടിയ മകളാണ് വിശുദ്ധ ഫിലോമന. മാതാപിതാക്കൾ ഫിലോമനയ്ക്ക് ഈശോയുടെ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഡയോക്ലീസ് ചക്രവർത്തിയെ കാണാൻ ഫിലോമനയുടെ മാതാപിതാക്കൾ പോയി. കൊച്ചു ഫിലോമനയും ഉണ്ടായിരുന്നു. ഫിലോമനയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ചക്രവർത്തിക്ക് അവൾ വിവാഹം കഴിക്കുന്ന ആഗ്രഹം. ഈ കാര്യം മാതാപിതാക്കളോട് പറഞ്ഞു. ഫിലോമന പറഞ്ഞു, അല്ലയോ ചക്രവർത്തി, ഞാൻ ഒരാളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ചക്രവർത്തി ചോദിച്ചു, അത് ആരാണത്? ഫിലോമന പറഞ്ഞു, കുരിശിൽ മരിച്ച എൻ്റെ ഈശോ, എൻ്റെ മണവാളൻ. ഇത് കേട്ടതും ചക്രവർത്തി ദേഷ്യം വന്നു. അവളെ ജയിലിലടച്ചു. അവളുടെ മനസ്സ് മാറിയില്ലെന്ന കണ്ട ചക്രവർത്തി അവളെ നങ്കൂരത്തിൽ കെട്ടി കടയിൽ കയറാൻ കൽപ്പിച്ചു. മാലാഖമാർ വന്ന് അവളെ പൊക്കിക്കൊണ്ടുവന്നു. ദേഷ്യം വന്ന ചക്രവർത്തി അവളെ അമ്പെയ്തു കൊല്ലാൻ കൽപ്പിച്ചു. അപ്പോൾ അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കല്ലുകൊണ്ട് ചക്രവർത്തി അവളെ ശിരച്ഛേദം ചെയ്ത് കൊല്ലാൻ കൽപ്പിച്ചു. തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്ത് രക്തസാക്ഷിയായി. പ്രിയ കൂട്ടുകാരെ, വെറും 13 വയസ്സ് പ്രായമായ ഫിലോമനെ പോലെ നമുക്കും രക്തസാക്ഷിയാവേണ്ടേ? കൊച്ചു കൊച്ചു സഹനങ്ങളും സ്നേഹത്തോടെ സഹിക്കാൻ നമുക്ക് ശക്തി ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.